പേര് മഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് ടോമി. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ബ്രിസ്ബെയിനിലാണ് താമസിക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ഞങ്ങൾ 2019 ജാനുവരിയിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് വെച്ചിരുന്ന 6 നിയോഗങ്ങളും സാധിച്ചു കിട്ടിയിരുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അത് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിപ്പം. ഇത് അതായത് എനിക്ക് 12 വർഷമായിട്ട് എനിക്ക് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് എൻ്റെ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു അസുഖമായിരുന്നു എനിക്ക്. ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ അവിടെ കണ്ടു. എനിക്കെൻ്റെ എല്ലാ ചെക്കപ്പ് ചെയ്യുമ്പോഴും എനിക്ക് നോർമലാണ്. ഞങ്ങൾ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ നോർമലാണ്. ഞങ്ങൾ 2 പേരും നേഴ്സുമാരാണ്. അപ്പം ഈ രോഗം കണ്ടുപിടിക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ കണ്ടു, പല ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ഷുഗർ നോക്കുമ്പോഴെല്ലാം ഷുഗർ നോർമലാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഷെയ്ക്കിങ്, ഷിവറിങ്, തലകറക്കം, കണ്ണിൽ ഇരുട്ട് കയറുക, ഇതൊക്കെയാണ് എൻ്റെ അസുഖം. അതായത് എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ അത്രേ എനിക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും, എത്ര എൻ്റെ വയറ് ഫുള്ളാണേലും, ഞാൻ എത്ര ഷുഗർ കഴിച്ചാലും എനിക്ക് 3 മണിക്കൂർ ആകുമ്പോഴത്തേക്കും എനിക്ക് ഈ അസുഖം വരാൻ തുടങ്ങും. എനിക്ക് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും, എനിക്ക് തല കറങ്ങാൻ തുടങ്ങും, എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഡോക്ടേഴ്സിനെ അവിടെ കാണിച്ചു. പല ഡോക്ടേഴ്സിനെയും പബ്ലിക്കിലും പ്രൈവറ്റിലും, പല എൻഡോക്രൈനിയോളജിസ്റ്റ്, അങ്ങനെ ഇനി കാണിക്കാത്ത ഒരു ഡോക്ടേഴ്സും എനിക്കില്ല. അപ്പം ഞങ്ങൾ നാട്ടിൽ വരുമ്പം ഞങ്ങൾ നാട്ടിലും കാണിക്കും. ഈ അസുഖമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലുള്ളവർക്കും എൻ്റെ ജോലി സ്ഥലത്തുള്ളവർക്കും എല്ലാം അറിയാം എനിക്ക് ഈ പ്രശ്നമുണ്ടെന്നുള്ളതും. അപ്പം ഞാൻ ഈ അസുഖം വരുമ്പോൾ എനിക്ക് ഷെയ്ക്കിങ് ആകുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പോവും, ബിസ്ക്കറ്റ് കഴിക്കും, അല്ലെങ്കിൽ മധുരവിട്ട ചായ കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് കഴിക്കും, തിരിച്ചു വരും. ഇങ്ങനെയാണ് ഞാൻ ഒരു 10-12 വർഷം എൻ്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പം ഞങ്ങളിവിടെ 2022 വരുന്നു. വന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇത് 3 മിനിറ്റ് നീ പ്രാർത്ഥിച്ചോ, 3 മിനിറ്റിനുള്ളിൽ നിൻ്റെ ഈ രോഗം സൗഖ്യപ്പെട്ടിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ കയ്യിൽ സൈത്ത് തന്നു. ഞാൻ എൻ്റെ വയറിൽ അത് കുരിശടയാളം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെയും എനിക്ക് ഈ രോഗം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 വർഷമായി. ഇതുവരെയും എനിക്ക് എല്ലാവരെയും പോലെ ഞാൻ നോർമലായിട്ട് എല്ലാവരെ പോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അല്ലാണ്ട് അതിന് മുന്നേ എനിക്കൊരു 8 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോവുകയാണ്. പക്ഷേ ഡോക്ടേഴ്സ് നോക്കുമ്പം എനിക്ക് എൻ്റെ ഷുഗർ നോർമലാണ്. ഒരു വ്യക്തിയിൽ വേണ്ട നോർമലായ ഷുഗർ എൻ്റെ ബോഡിയിലുണ്ട്. അവസാനം അവരെനിക്ക് പറഞ്ഞു, ഇനി ക്യാൻസർ ആണോ, എനിക്ക് എന്തെങ്കിലും പാൻക്രിയാറ്റിക് ലീഷൻ ആയിരിക്കും, ഇത് ക്യാൻസർ ആയിരിക്കും എന്നവർ പറഞ്ഞു. അപ്പോൾ അതിനുള്ള സ്കാനിങ്ങുകളും CT സ്കാനുകളും എല്ലാം ഞങ്ങൾ അവിടെ ചെയ്തു. പക്ഷേ എല്ലാം നോർമലാണ്. അതിനുശേഷമാണ് ഞാൻ വന്ന് അച്ഛനെ കാണുന്നതും അച്ഛൻ എന്നോട് സൈത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറയുന്നതും 3 മിനിറ്റിനുള്ളിൽ നിൻ്റെ രോഗം സുഖപ്പെടുമെന്ന് പറയുന്നതും. ഇന്ന് വരെ അതിനുശേഷം എനിക്കങ്ങനെ രോഗമേ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അതിനുശേഷവും ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനെ കണ്ടിരുന്നു. അപ്പം നിങ്ങൾ പോകുന്നതിന് 2 ദിവസം മുന്നെയാണ് അച്ഛനെ കാണാനായിട്ടോട് വരുന്നത്. ജസ്റ്റ് നോർമൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്, ട്രാവലിങ്ങിന് മുന്നേ ഉള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോൾഡർ 3 മസിലും പൊട്ടിപ്പോയിരുന്നു. 2 ദിവസം മുന്നേ വീണിട്ട് മസിൽ പൊട്ടിപ്പോയി. അപ്പോൾ സർജറി വേണമെന്ന് ഞങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇവിടുന്ന്. അപ്പോൾ ഞങ്ങളത് അവിടെ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുക. അപ്പോൾ ഇവിടെ വരുന്നേ ജസ്റ്റ് നോർമൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ എന്നോട് കാശുരൂപം കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകും, നീ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കെന്നാ ബുദ്ധിമുട്ട് വരാൻ, എത്രയോ വർഷമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളോ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യമായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ച്, പുള്ളിക്ക് വല്ല വേദനയോ സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും വിഷയമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ½ hour കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നോൺ സ്റ്റോപ്പായിട്ട് വൊമിറ്റിങ് തുടങ്ങി. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്ത് ഞാൻ അവശതയായി. എനിക്ക് ഭയങ്കര ടെമ്പറേച്ചർ, AC എത്ര ഹൈയിലിട്ടിട്ടും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അത്രയേ അസ്വസ്ഥതയാണ്. എൻ്റെ ശരീരം മൊത്തം വെട്ടി വേർക്കുകയാണ്. എൻ്റെ തലയെല്ലാം പൊട്ടി. ഞാൻ ഓർക്കും ഇങ്ങനെയായിരിക്കും ഞരമ്പ് പൊട്ടി മരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതായിരിക്കും ഒരു പക്ഷേ എന്ന് ഞാൻ വിചാരിച്ചു. അത്രയും തലവേദന
എങ്ങനെയാണ്, നമുക്ക് സ്ട്രോക്ക് വരുവാണോ എന്താണെന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് റിട്ടേൺ അടിക്കാം, നമുക്ക് തിരിച്ചു പോകാം, എനിക്ക് ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3-ാമത്തെ പ്രാവശ്യമാണ് ടിക്കറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാനും നിവർത്തിയില്ല. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് പോയി നോക്കാം, നമുക്ക് പറ്റുന്ന അത്രയും പോയി നോക്കാം, ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ അടിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പകുതി വഴി എത്തിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ എന്നോട് അച്ഛൻ പറഞ്ഞല്ലോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും യാത്രയിൽ, നീ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കണം, വിശ്വാസ പ്രമാണം ചെല്ലണം എന്ന് എന്നോട് പറഞ്ഞല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ ബാഗിൽ കാശുരൂപം കിടക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ എടുക്കാൻ എനിക്ക് അവസ്ഥയിൽ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വണ്ടി നിർത്ത്, കാശുരൂപം എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് കാശുരൂപം എടുത്തു, എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് പോലും എടുത്തില്ല, ഉടനെ ഓൺ ദ സ്റ്റോപ്പിൽ അത് സ്റ്റോപ്പായി. എൻ്റെ വൊമിറ്റിംഗ് സ്റ്റോപ്പായി, ഞാൻ റിക്കവറാകാൻ തുടങ്ങി. പതുക്കെ ഞാൻ റിക്കവറായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയി. അവിടെ ചെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പം എനിക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു. അത് ഒരുപക്ഷെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ യാത്ര അന്ന് എനിക്ക് നടക്കത്തില്ലായിരുന്നു. എന്താണേലും അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, അത് കാശുരത്തിന് അതിശക്തമായ വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് വളരെ വാലിഡാണ്, അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് എനിക്കത് മനസ്സിലായി. അതാണ്. പിന്നെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾ സാമ്പത്തികമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഹസ്ബൻഡ് എന്നെക്കാൾ ഒരു പടി മുന്നേ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ കൂടുതലായിട്ട് എഡ്യൂക്കേഷനാണ് പൈസ കൊടുക്കുന്നത്. അതായത് നേഴ്സിംഗ് പിള്ളേരോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പരമായിട്ട് അവർക്ക് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല, അവരെ എല്ലാവരും ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ മരിയൻ സദനത്തിൽ ഞങ്ങൾ പൈസ കൊടുക്കുക, അതായത് വൃദ്ധസദനങ്ങൾ ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, അവിടെ ഞങ്ങൾ പോകുമ്പോൾ പത്രം കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണേലും ഞാൻ പത്രം കണ്ടാൽ ഞാൻ അതേപടി എടുത്തുകൊണ്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പത്രം കിടപ്പുണ്ടായിരുന്നു ഒരു പള്ളിയിൽ. ഞങ്ങൾ ഒക്ടോബറിലാണ് വരുന്നത്, പക്ഷേ ജൂണിലെ പത്രമാണ് കിടക്കുന്നത്. ഞാൻ ആ പത്രം അതേപടി എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ ഓസ്ട്രേലിയയെ കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. ആരും ചോദിക്കാറില്ല ഇത് ജൂണിലെ പത്രമാണോ, ഇത് ഓഗസ്റ്റിലെ പത്രമാണോ, അവർക്ക് പത്രമായാൽ മതി, കൃപാസനത്തിലെ പത്രമായാൽ മതി. അതുകൊണ്ട് ഞങ്ങളിവിടെ വരുമ്പം ഞങ്ങൾ പത്രം കൊണ്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ സ്റ്റേറ്റിലല്ലാത്തവർക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ കാശുരൂപം മേടിച്ചുകൊണ്ട് പോയിരുന്നു, ചെറിയ കാശുരൂപങ്ങൾ. ആ കാശുരൂപങ്ങളെല്ലാം ഞങ്ങൾ വിതരണം ചെയ്തു. പ്ലസ് ഞങ്ങൾ അവിടെ അവർക്ക് അയച്ചു കൊടുക്കും. വേറെയുള്ള സ്റ്റേറ്റുകൾ അവർ പറയും ഞങ്ങൾക്ക് കാശുരൂപം തരാമോ എന്ന് ചോദിക്കും, ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി പേരെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ മൊത്തം ഞങ്ങൾ അവരോട് പറയാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ സാക്ഷ്യങ്ങളും ഞങ്ങൾ അവരോട് പറയാറുണ്ട്. ഒത്തിരി പേര് ഇപ്പം ആരോട് ചോദിച്ചാലും എല്ലാവരും ഉടമ്പടിയിലാണ്. ഇപ്പം ഞങ്ങൾ നോർമലായി സംസാരിക്കുന്നത് ഉടമ്പടി, കൃപാസനം, അച്ഛൻ്റെ ടോക്ക്, പിന്നെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കാതെ ഞങ്ങൾ ഒരിക്കലും ഒരു ദിവസം പോലും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഒരിക്കലും. എന്നും ഞങ്ങൾ 2 സാക്ഷ്യങ്ങൾ കേൾക്കും. ഞങ്ങളുടെ വീട്ടിൽ എന്നും കൃപാസനം മാത്രമേ ഉള്ളൂ. ഇതിന് മുന്നിലുള്ള ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ജോലിക്ക് പോയിട്ട് വരും. ഞങ്ങൾ പറയുമോ ഇന്ന് ഭയങ്കര ടയേർഡാണ്, നമുക്ക് ഇച്ചിരി നേരം കോമഡി സ്റ്റാർ കാണാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിനിമ കാണാം. അതായിരുന്നു ഞങ്ങൾക്ക് ഉടമ്പടിക്ക് മുമ്പിലുള്ള ജീവിതം. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാസനം കാണുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, ഇത് മൊത്തം സംസാരിക്കുക. ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ചാലും ഞങ്ങൾക്ക് കൃപാസനം മാത്രമേ പറയാനുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഞങ്ങൾ ചോദിക്കും ഇന്നലത്തെ സാക്ഷ്യം കേട്ടിരുന്നോ, നീ അത് കേട്ടായിരുന്നോ, അല്ലെങ്കിൽ അച്ഛൻ്റെ ടോക്ക് കേട്ടിരുന്നോ, അയ്യോ ഇന്ന് നമ്മുടെ കാര്യമാണല്ലോ അച്ഛൻ ഇന്നലെ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ വീട്ടിലെ ജപമാല, നേരത്തെ ആയിരുന്നെങ്കിൽ ഉടമ്പടിക്ക് മുന്നേ ആണെങ്കിൽ ഞങ്ങൾ പറയുമോ ടയേർഡാണ്, ഇന്ന് നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെല്ലത്ത് പോലുമില്ല. പക്ഷേ ഉടമ്പടി എഴുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും ജപമാല മുടക്കിയിട്ടില്ല, ഒരിക്കലും. അത് ഞങ്ങളുടെ പള്ളിയിൽ ചിലപ്പം കുർബാനയ്ക്ക് ശേഷം ജപമാല ഉണ്ടായിരിക്കും. ഞങ്ങളതൊന്നും കാര്യമാക്കത്തില്ല. ഞങ്ങൾ പള്ളിയിൽ ചെല്ലിയതാണേലും കൂടിയതാണേലും ഞങ്ങളുടെ വീട്ടിൽ വന്ന് അത് രാത്രി 10 മണിയായാലും 9:30 ആയാലും എത്ര സമയം പോയാലും ഞങ്ങൾ ജപമാല ചെല്ലാതെ ഇന്ന് വരെ ഞങ്ങൾ കടന്നിട്ടില്ല. അത് ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണത്. ഞങ്ങൾക്ക് ഉടമ്പടിക്ക് മുമ്പിലുള്ള ജീവിതവും അതിന് ശേഷമുള്ള ജീവിതത്തിൽ ഭയങ്കരമായൊരു വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് തന്നെ അനുഭവപ്പെടാൻ തുടങ്ങി. അതുപോലെ പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക, കുർബാന കൈക്കൊള്ളുക,
കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കൃപാസനത്തിൽ ഇപ്പം ഞങ്ങൾ വന്നത് തന്നെ. ഞങ്ങൾക്ക് ഈ റാലി കൂടാനായിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും റാലിക്ക് വന്നിരുന്നു, ഇപ്രാവശ്യവും ഞങ്ങൾ റാലിക്ക് വന്നിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളിവിടെ 12 പേരാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്. അതുപോലെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഞങ്ങളെല്ലാവരും റാലിയിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ ഞങ്ങളിവിടെ നിന്ന് അഖണ്ഡ ജപമാല മേടിച്ചുകൊണ്ട് പോയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്, അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, കൃപാസനം ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ അതിനകത്ത് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. മിക്കവാറും എല്ലാ മാസങ്ങളിലും ഞങ്ങൾക്ക് അതുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:28 മുതലുള്ള തിരുവചനങ്ങളിൽ അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഇന്ന് ലോകമെമ്പാടും കൃപാസനം ആലയത്തെക്കുറിച്ചുള്ള സംസാരമാണ്. ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ കൂടുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, അതുപോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, കൃപാസന ആലയത്തെക്കുറിച്ച്. അപ്പോഴിന്ന് എങ്ങനെയാണ് ജോയേൽ പ്രവാചകൻ പറയുന്നത് പോലെ ആത്മാവിനെ വർഷിച്ച് ഇന്ന് സംസാരം മുഴുവനും കൃപാസനത്തെക്കുറിച്ചാകുന്നു. ഇതിനു മുൻപ് ഞങ്ങൾ എന്താണ് ചെയ്തിരുന്നത്, ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു മാറ്റമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാക്കി മാറ്റുന്നത്, ക്രിസ്തുവാഹകരാക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് ബ്രിസ്ബെയിനിൽ താമസിക്കുന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യമൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞു. തനിക്ക് കിട്ടിയ രോഗസൗഖ്യം, തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ പെട്ടെന്നുണ്ടായ ഒരു അസ്വസ്ഥതയിൽ ആ മകന് കിട്ടിയ സൗഖ്യാനുഭവം, ഇതൊക്കെ പങ്കുവെച്ചു. ഇതൊക്കെ നമുക്ക് ആർക്കും കിട്ടും. ഏത് നൊവേന ചൊല്ലിയാലുമൊക്കെ ഇതൊക്കെ ലഭിക്കുമെന്നാണ്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഴ പെയ്യിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന, കർത്താവിൻ്റെ കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ഒരു അനുഭവം, അതാണ് ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം തിരുവചനങ്ങളിലൂടെ കേട്ടത്. ആ ഒരു അനുഭവമാണ് ഇപ്പോഴിവിടെ ഈ മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അങ്ങനെ ഇന്ന് തങ്ങൾ ഓസ്ട്രേലിയയിൽ തങ്ങളായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കർത്താവിന് വേണ്ടിയിട്ട് തങ്ങൾ പ്രവർത്തിക്കുന്നത്, ജീവിതം അവിടെ എങ്ങനെ മാറി മറിഞ്ഞു. ഇന്ന് ഉടമ്പടിയെടുത്ത ഒരു ഉടമ്പടി മക്കളുടെ കൂട്ടായ്മ, ഇതൊക്കെ ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുക്കുവാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ജനങ്ങൾ ഒരുമിച്ചുകൂടി അമ്മയുടെ മക്കൾ, ഉടമ്പടിയുടെ മക്കൾ ഇവിടെ വന്നു ചേർന്നു. സാക്ഷ്യമൊക്കെ പറഞ്ഞ് തങ്ങളുടെ ഉടമ്പടി ജീവിതം ഒന്നുകൂടി ഉറപ്പിച്ചിട്ടാണ് അവർ പോവുക. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നതും അച്ഛൻ വെഞ്ചരിച്ച് നൽകിയ കാശ് രൂപത്തിൽ നിന്ന് ഈ മകൾക്ക് കിട്ടിയ കൃപ എന്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇവിടെ വരുമ്പോൾ അമ്മ മാതാവ് അച്ഛനിലൂടെ നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലിന് അതെല്ലാം മുൻകൂട്ടി വെളിവാക്കപ്പെടും. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ തനിക്ക് ലഭിച്ച കൃപകൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ മകൾ പറഞ്ഞു. 10 വർഷമായിട്ട് തനിക്ക് ലഭിക്കാതിരുന്ന രോഗസൗഖ്യം, അതുപോലെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് താൻ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ, അതൊക്കെ നാളുകളായിട്ടുണ്ടാകുമ്പോൾ അതൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ തനിക്ക് അങ്ങനെയുള്ള യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല എന്നുള്ളതൊക്കെയാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത്. അങ്ങനെ ഉടമ്പടി ജീവിതം, ഉടനടി പരിഹാരം എന്നുള്ള ആ ഒരു കൃപയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഇന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് തങ്ങൾക്ക് സാക്ഷ്യം പറയുവാനൊക്കെ സാധിച്ചതിന് ഈ കുടുംബം ഒന്നിച്ച് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.